ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സുതാര്യവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനത്തിലൂടെ രാജ്യത്തെ ദാരിദ്ര്യമുക്തമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തേനീച്ച കടന്നൽ ആക്രമണം മൂലമുണ്ടാകുന്ന ജീവഹാനിക്ക് മുൻകാല പ്രാബല്യത്തോടെ നഷ്ടപരിഹാരം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഒറ്റത്തവണ ശിക്ഷ ഇളവ് സംബന്ധിച്ച കരട് മാർഗനിർദ്ദേശങ്ങൾക്കും മന്ത്രിസഭ അംഗീകാരം. കെഎസ്ആർടിസി ജീവനക്കാർക്ക് മതിയായ സൌകര്യങ്ങൾ നൽകിയാൽ മാത്രമേ ഇനി മുതൽ സ്റ്റേ ബസുകൾ അനുവദിക്കൂ എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്തെ 602 ഹോസ്റ്റലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. സുതാര്യവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനത്തിലൂടെ രാജ്യത്തെ ദാരിദ്ര്യമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടിയതായും വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ സുരക്ഷയും പോഷണവും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. हमारी सरकार के पिछले 9 वर्षों में करीब 25 करोड़ लोग गरीबी से बाहर निकले हैं. भारत के गरीबों ने ये करके दिखाया है कि अगर गरीबों को साधन मिले, संसाधन मिले, तो वो गरीबी को परास्त कर सकते हैं. पिछले 10 साल में हमारी सरकार ने जिस तरह का पारदर्शी व्यवस्था बनाई, जन भागीदारी को बढ़ावा दिया, उसने असंभव को भी संभव कर दिखाया. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര അടുത്ത മാസം കൂടി തുടരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച യാത്രയിൽ കഴിഞ്ഞ 2 മാസം വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് പരിപാടി ദീർഘിപ്പിക്കുന്നത്. 15 കോടി ജനങ്ങളാണ് ഇതുവരെ യാത്രയുടെ ഭാഗമായത്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവസരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം തിരുവല്ലത്ത് യാത്രയുടെ ഭാഗമായി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 ആകുമ്പോൾ ഇന്ത്യ എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന വികസിത രാജ്യമായി മാറണമെന്നും അതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ എല്ലാവർക്കും പങ്കുചേരാനുള്ള അവസരമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ ലഭ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിവേചനങ്ങൾ ഇല്ലാതെ എല്ലാവർക്കും വികസനം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമായ പ്രകാശ് ജാവ്ദേക്കർ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി കോഴിക്കോട് പുതിയാപ്പയിലും ഈസ്റ്റ് ഹില്ലിലും നടന്ന പൊതുസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരുടെ ഉന്നമനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും അന്ന യോജന പോലുള്ള പദ്ധതികൾ അതിനായാണ് ആവിഷ്കരിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തേനീച്ച കടന്നൽ ആക്രമണം മൂലം വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിന് പുറത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി അനുവദിക്കാവുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച ഭേദഗതി ഉത്തരവിന് 2022 ഒക്ടോബർ 25 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ മന്ത്രിസഭ അംഗീകാരം നൽകി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകളുടെ വിചാരണയ്ക്ക് കൊല്ലത്ത് പ്രത്യേക കോടതി അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒറ്റത്തവണ ശിക്ഷ ഇളവ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളുടെ കരടും മന്ത്രിസഭ അംഗീകരിച്ചു. ജീവിതത്തിൽ ആദ്യമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചവരും ശിക്ഷാ ഇളവ് ഉൾപ്പെടാതെ പകുതി ശിക്ഷ പൂർത്തിയാക്കിയവരുമായ കുറ്റവാളികൾക്കാണ് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹോസ്റ്റലുകളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലും സ്വകാര്യ മേഖലയിലുമായി പ്രവർത്തിക്കുന്ന 602 സ്ഥാപനങ്ങളാണ് പരിശോധിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 4 സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവയ്പ്പിച്ചു. സ്കൂൾ, കോളേജ്, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാന്റീൻ, ഹോസ്റ്റൽ, മെസ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. കെഎസ്ആർടിസി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മതിയായ സൌകര്യങ്ങൾ നൽകാൻ തയ്യാറായാൽ മാത്രമേ ഇനി മുതൽ സ്റ്റേ ബസുകൾ അനുവദിക്കൂ എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. തിരുവനന്തപുരത്ത് കെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് ആനവണ്ടി.com ന്യൂസ് ലെറ്ററിന്റെ പ്രകാശന കർമ്മവും പുതിയ യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
സ്റ്റേ ബസ് വരുന്ന സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളോ റെസിഡൻസ് അസോസിയേഷനുകളോ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും താമസ സൌകര്യം ഉറപ്പാക്കണം. ഫാനോടുകൂടിയുള്ള വൃത്തിയുള്ള മുറി, ശൌചാലയം എന്നിവ ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വരുമാനം ലഭിക്കാത്ത റൂട്ടുകളിലെ ബസ്സുകൾ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ പിൻവലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഗവേണിംഗ് കൌൺസിൽ യോഗമാണ് കോളേജ് അടച്ചിടാനുള്ള തീരുമാനം എടുത്തത്. ഇന്നലെ അർദ്ധരാത്രി കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിന് കുത്തേറ്റിരുന്നു. തുടർന്ന് സമീപത്തുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് പരിക്കേറ്റു. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ 1-ാം പ്രതി സവാദിനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാക്കനാട് സബ് ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് സവാദിനെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞത്. ആക്രമണത്തിന് ശേഷം 13 വർഷമായി ഒളിവിലായിരുന്ന സവാദ് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് കഴിഞ്ഞയാഴ്ചയാണ് NIA പിടികൂടിയത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയത് എന്ത് സേവനങ്ങൾ നൽകിയിട്ടാണെന്ന് വ്യക്തമാക്കാൻ ഇരു കൂട്ടർക്കും ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇത് കൈക്കൂലി ആണെന്നും കടലാസ് കമ്പനിയുണ്ടാക്കി പണം വാങ്ങിയത് അഴിമതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി പറഞ്ഞ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ അവകാശ ലംഘന നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുമോ എന്നും ചോദ്യമുന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ കേസ് CBIയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സേവനം നൽകാതെ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് എക്സാലോജിക്ക് പ്രതിഫലം കൈപ്പറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് അഴിമതിയാണെന്നും ഇടപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി മുൻപ് നൽകിയ വിശദീകരണം കള്ളമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 2:30 വരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രതിഷ്ഠാദിന ആഘോഷങ്ങളിൽ ജീവനക്കാർക്ക് പങ്കുചേരുന്നതിനായാണ് അവധി. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും ഈ മാസം 22-ന് അവധി നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-ന് തുറന്ന ശബരിമല ക്ഷേത്രം നടപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് അടയ്ക്കും. ജനുവരി 20-ന് രാത്രി 10 മണിവരെ മാത്രമേ ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിനുള്ള സൌകര്യം ഉണ്ടായിരിക്കൂ. നെയ്യഭിഷേകം 19-ന് രാവിലെ 9 മണിവരെയാണുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനത്തിലൂടെ രാജ്യത്തെ ദാരിദ്ര്യമുക്തമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തേനീച്ച കടന്നൽ ആക്രമണം മൂലമുണ്ടാകുന്ന ജീവഹാനിക്ക് മുൻകാല പ്രാബല്യത്തോടെ നഷ്ടപരിഹാരം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഒറ്റത്തവണ ശിക്ഷ ഇളവ് സംബന്ധിച്ച കരട് മാർഗനിർദ്ദേശങ്ങൾക്കും മന്ത്രിസഭാ അംഗീകാരം. KSRTC ജീവനക്കാർക്ക് മതിയായ സൌകര്യങ്ങൾ നൽകിയാൽ മാത്രമേ ഇനി മുതൽ സ്റ്റേ ബസ്സുകൾ അനുവദിക്കൂ എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്തെ 602 ഹോസ്റ്റലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.